മതരാഷ്ട്രവാദത്തെ ഒരുമിച്ച് എതിർക്കാമെന്ന സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഹ്വാനം. സമസ്ത സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് സമാപന വേദിയിൽ മുഖ്യമന്ത്രിയുടെ പരാമർശമുണ്ടായത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പാണക്കാട് സാദിഖ് അലി തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത സമ്മേളനത്തിൽ ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത്. സമസ്ത സമ്മേളന വേദിയിൽ ഉയർന്ന ജമാഅത്തെ ഇസ്ലാമി വിമർശനങ്ങൾക്ക് ചുവടുപിടിച്ചാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. രാജ്യം നേരിടുന്ന ഭീഷണിയെ വർഗീയതയെ ഒപ്പം നിർത്തി ചെറുക്കാൻ കഴിയില്ല. മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്താൻ സമസ്ത വലിയ പങ്കുവഹിക്കുന്നു. മതരാഷ്ട്രവാദത്തെ ഒരുമിച്ച് നേരിടാമെന്നും സമസ്തയോട് മുഖ്യമന്ത്രി. മതനിരപേക്ഷ ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ വർഗീയതയെ ചെറുക്കാൻ കഴിയൂവെന്നും വർഗീയതക്ക് വർഗീയതല്ല മറുപടി എന്നുമൊക്കെയുള്ള സമസ്ത നിലപാടുകൾക്ക് വർത്തമാനകാല സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ പ്രസക്തിയാണ് ഉള്ളത്. മതനിരപേക്ഷ പ്ലാറ്റ്ഫോമുകൾക്ക് വർഗീയതയെ ശക്തമായി നേരിടാൻ കഴിയുകയുള്ളൂ. സമസ്ത സമ്മേളനത്തിൽ മതരാഷ്ട്രവാദത്തിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് അതിനിഗൂഢമായ ചിന്താ പദ്ധതിയാണെന്ന് സമ്മേളനത്തിൽ വിഷയാവതരണം നടത്തിയ MT അബൂബക്കർ ദാരിമിയും വ്യക്തമാക്കിയിരുന്നു. അതേസമയം സമസ്ത വിട്ടുപോയവർ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സുന്നി ഐക്യമെന്ന ആശയത്തിൽ നിലപാട് പ്രഖ്യാപിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം. നമ്മൾ ഗർവാഫസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ പറയുന്നത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞ മാതൃസംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങി നിരവധി രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. CIC വിഷയത്തിൽ പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഒത്തുതീർപ്പ് തീരുമാനങ്ങൾ നടക്കാതെ പോയതിൽ സമ്മേളനത്തിൽ ലീഗിനെതിരെ പരോക്ഷ വിമർശനമുയർന്നു. സ്വന്തം കാലിൽ നിന്ന് മഹാസമ്മേളനം നടത്താൻ കഴിയുമെന്ന് സമസ്ത തെളിയിച്ചു. മാതൃസംഘടനയിൽ ലയിക്കാനുള്ള ആഹ്വാനം സമസ്ത AP വിഭാഗം എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയണം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.